കൃപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ക്രിസ്തുവിനെ തേടുന്നു എന്ന ഒരു ചോദ്യത്തെ അധികരിച്ചുകൊണ്ടാണ്. നാം എന്തിനു വേണ്ടിയാണ് യേശുവിനെ തേടുന്നത്? യേശുവിൻ്റെ പരസ്യജീവിത കാലത്തും അതിനുശേഷവും ഇന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നത്. ചിലർക്കാണെങ്കിൽ അവൻ്റെ അത്ഭുതങ്ങൾ കാണണം, മറ്റു ചിലർക്ക് അവൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണം, ഇനിയും ചിലർക്ക് അവരുടെ രോഗങ്ങൾ മാറിക്കിട്ടണം. മറ്റു ചിലർ യേശുവിനെ പിന്തുടർന്നത് യേശു അത്ഭുതം പ്രവർത്തിച്ച് ഭക്ഷണം ധാരാളമായി അവർക്ക് കൊടുക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഇനിയും ചിലർ ഇതാ യേശുവിനെ ഒരു മാന്ത്രികനായിട്ട് പോലും ചിത്രീകരിച്ചു. അവൻ ചില മന്ത്രജാലങ്ങൾ ചെയ്തു കൂട്ടും എന്നുള്ളത് കൊണ്ട് യേശുവിനെ തേടിയവരുണ്ട്. വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ തേടിയവരും യേശുവിൻ്റെ പിന്നാലെ പോയവരും യേശുവിൻ്റെ കാലത്തും ഇക്കാലത്തും ജീവിക്കുന്നുണ്ട്. നീ എന്തിനു വേണ്ടിയാണ് യേശുവിനെ തേടുന്നത്? നീ എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത്? സഹോദരങ്ങളെ, ഭൗതികമായ ഏതൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ യേശുവിനെ അന്വേഷിച്ചാലും അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ തീർന്നു പോകും. ഇതറിയാവുന്നത് കൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് നൽകുന്ന വലിയ അനുഗ്രഹീതമായൊരു ഉപദേശമുണ്ട്. 1 കൊറിന്തോസിൻ്റെ 15:19 നമ്മളത് വായിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെയുംക്കാൾ ദൗർഭാഗ്യമുള്ളവരാണ്. ഈ ലോക ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനും നിങ്ങളും യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെയുംക്കാൾ നിർഭാഗ്യവാന്മാരാണ് എന്ന്. എന്തുകൊണ്ടാണ് പൗലോസ് അത് പറയാൻ കാരണം? ഒരു രോഗം നമുക്ക് മാറിയാൽ നമ്മൾ മറ്റൊരു രോഗം വന്ന് മരിക്കാനിടയുണ്ട്. ഒരു ജോലി നമുക്ക് കിട്ടിയാൽ ഇതാ ആ ജോലി നമ്മുടെ ആയുസ്സിൻ്റെ അവസാനം വരെ കൊണ്ടു നടക്കാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല. ഒരു രോഗത്തിന് മറ്റൊരു രോഗം വീണ്ടും വരാം. ഒരു തളർച്ചയ്ക്ക് മാറിക്കഴിയുമ്പോൾ വേറൊരു തളർച്ചയോ തകർച്ചയോ നമ്മെ പിന്തുടർന്നു എന്ന് വന്നേക്കാം. അപ്പോൾ ഭൗതികമായ ലോകത്ത് നമുക്ക് കിട്ടുന്ന പലതും തീർന്നു പോകും. ഇതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ തേടരുത്. പൗലോസ് ഏറ്റവും പ്രഥമമായി ഈ വചനം പറയുന്നത് കൊറിന്തോസിലെ സഭയോടാണ്. കൊറിന്തോസിലെ സഭ വരദാനങ്ങൾ കൊണ്ട് ഒരുപാട് സമൃദ്ധമായ സഭയാണ്. വരദാനങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ്. പക്ഷേ സാൻമാർഗികമായ കാര്യങ്ങളിലും നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയിലും അവർ വളരെ പിറകിലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ സ്വർഗരാജ്യത്തെ ചേർത്ത് പിടിക്കണം. നിത്യജീവിതത്തെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ലെങ്കിൽ യേശുവിനെ നിങ്ങൾ തേടുന്നത് കൊണ്ട് പ്രത്യേക പ്രയോജനം ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കാത്ത ദൈവശാസ്ത്രങ്ങളൊക്കെയും വെറും സാമൂഹ്യശാസ്ത്രങ്ങൾ മാത്രമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭ വെറും ഒരു NGO അല്ല, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ല. സഭ പ്രധാനവുമായി ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. സാമൂഹികമായ ചില കാര്യങ്ങളിൽ മാത്രം തീരുന്നതല്ല സഭയും ശുശ്രൂഷയും എന്ന്. സ്വർഗത്തെക്കുറിച്ച് നമ്മെ ആദ്യം പഠിപ്പിക്കുന്നതും ഏറ്റവും അധികമായി പഠിപ്പിക്കുന്നതും കർത്താവായ യേശു തന്നെയാണ്. ഇതാ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്, എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഹിതം നിറവേറ്റാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം വീണ്ടും 41 51 വചനങ്ങളിൽ നമ്മൾ വായിക്കും, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന്. ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത്.
എന്തിന് ഈശോ വന്നു? അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിലാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നതും ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെയും പിന്നിൽ ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. കാര്യം ഇതാണ്: നിങ്ങൾക്ക് മുമ്പേ ഞാൻ സ്വർഗത്തിൽ പോയി നിങ്ങൾക്ക് ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരികയും ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഡെഫിനിഷൻ അതാണ്. കർത്താവ് സമയമാകുമ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും എന്നുള്ളതാണ്. നിത്യതയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല നിർവചനം അതാണ്. സമയമാകുമ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ കടന്നു വരും. സഹോദരങ്ങളെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉടനീളം അവർക്ക് ഏറെ പീഡനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഏറെ കഷ്ടതകൾ ഉണ്ടായിരുന്നിട്ടും അവരെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു, നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. നമുക്കറിയാം, ലോകത്തിൽ അധികം വരുന്ന മനുഷ്യരും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സംതൃപ്തമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തെ പോലും അന്വേഷിക്കുന്നത്. ദൃശ്യയോഗ്യവും സ്പർശയോഗ്യവും രുചികരവുമായ ചില കാര്യങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാവുന്ന ദൈവസ്നേഹമാണ് പലർക്കും ആവശ്യം. പൗലോസ് പറഞ്ഞു, 2 കൊറിന്തോസിൻ്റെ 4:18 നമ്മളിങ്ങനെ വായിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, പൗലോസ് പറയുകയാണ്, ദൃശ്യമായതിലല്ല നമ്മൾ കണ്ണുകൾ വെക്കേണ്ടത്, അദൃശ്യമായതിലാണ്. നമ്മൾ ദൃശ്യമായതിൽ കണ്ണ് വെച്ചാൽ അത് നമ്മളെ ദുഷിപ്പിക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൽ കണ്ണ് വെക്കരുത്, നമ്മൾ അദൃശ്യമായതിൽ കണ്ണുകൾ വെക്കണം എന്ന് പറയുകയാണ്. വീണ്ടും പൗലോസ്ലീഹ തൻ്റെ സഭയെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. 2 കൊറിന്തോസിൻ്റെ 5:1 നമ്മൾ വായിക്കുന്ന വചനം എങ്ങനെയാണ്? ഇതാ, മനുഷ്യ കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപപ്പെട്ടതുമായ സ്വർഗീയമായ ഒരു ഭവനം നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. വചനം എങ്ങനെയാണ് പറയുന്നത്? ഞങ്ങൾ വസിക്കുന്ന ഭവനം, ഭൗമികമായ ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്ന് ഉള്ളതുമായ സ്വർഗീയമായ ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർഗത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ആദിമസഭ പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ട് മുന്നേറുന്ന സഭയായി രൂപം കൊണ്ടു. നിങ്ങൾക്കറിയാമായിരിക്കാം, ഒരുപക്ഷേ നമ്മുടെ മലയാളികൾക്കിടയിൽ സുവിശേഷ ശുശ്രൂഷകൾ ഇത്ര കണ്ട് പ്രബലമല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഈ കാലയളവിൽ മാർത്തോമാ സഭയിലെ ഒരു മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ, കൊച്ചു ഉപദേശി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നാടിൻ്റെ ഒരു ദിക്ക് മുതൽ മറ്റേ ദിക്ക് വരെ ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും. വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, വലിയ കഷ്ടപ്പാടുകളാണ്. സ്വന്തം ഭാര്യ പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പട്ടിണി മൂത്ത് ഈ മനുഷ്യൻ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിലില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭാര്യയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് പോലും ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. സഹോദരങ്ങളെ, ഒരു ദിവസം അദ്ദേഹം ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് സ്വന്തം ഭാര്യ തൻ്റെ കുഞ്ഞിനെ, ശാമൂൽ കുട്ടി എന്നാണ് കുഞ്ഞിൻ്റെ പേര്, കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് കണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ കൊച്ചുകുഞ്ഞുപദേശി അവിടെ ചെന്നു. കൊച്ചുകുഞ്ഞുപദേശി കണ്ണ് നിറഞ്ഞു ആകാശങ്ങളിലേക്ക് നോക്കി, ഓ ദൈവമേ, നിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ഞാൻ പഠിപ്പിക്കാനും ജനത്തെ ഉദ്ബോധിപ്പിക്കാനുമായി ദേശത്തിൻ്റെ ഒരു ദിക്ക് മുതൽ മറ്റേ ദിക്ക് വരെ യാത്ര ചെയ്തിട്ട് എൻ്റെ ശാമുവൽ കുട്ടി ഇതാ മരിച്ചു കിടക്കുന്നത് കണ്ടോ? പെട്ടെന്ന് ഇതാ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി വന്നു. അല്ല, ഞാൻ തളരാൻ പാടില്ല. കാരണം ശാമുവൽ കുട്ടി എവിടേക്കാണോ എടുക്കപ്പെട്ടത് അവിടേക്ക് തന്നെ പോകേണ്ടതാണ് ഞാനും. അതുകൊണ്ട് ഞാൻ തളരേണ്ടതായിട്ടില്ല, ഞാൻ ദുഃഖിക്കേണ്ടതായിട്ടില്ല. മൃതപ്രായമായ മരിച്ചു കിടക്കുന്ന ആ ബോഡി, ശാമുവൽ കുട്ടിയുടെ ആ ശവശരീരം ഇതാ കൊച്ചുകുഞ്ഞുപദേശി 2 കരങ്ങളിലും ഏറ്റെടുത്തിട്ട് ആകാശങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഒരു അനുഗ്രഹീതമായ ഗാനം ആ സന്ധ്യയിൽ ആ മനുഷ്യർ രൂപപ്പെടുത്തി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കൈകളിൽ തന്നാലും സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ ഹാലലൂയ പാടുമെന്ന്. സഹോദരങ്ങളെ, ആദിമ ക്രൈസ്തവ സമൂഹം മുഴുവൻ
ബലപ്പെട്ടതും ശക്തിപ്പെട്ടതും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു വിശ്വാസി കൈവെടിഞ്ഞ് പോയാൽ ജീവിതം കൊണ്ട് അർത്ഥമില്ല. നിങ്ങൾ ഓർത്തു നോക്കുക, ഒരു വൈദികൻ്റെ ജീവിതത്തിൽ അയാൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ സ്വർഗത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല എന്ന് കരുതുക. അവരുടെ ജീവിതത്തിന് എന്തുമാത്രം മടയത്തരമാണ്, മൂഢത്വമാണ് അവർ നയിക്കുന്ന ജീവിതം. എന്ത് പ്രയോജനമാണ് അത്തരമൊരു ജീവിതം കൊണ്ടുള്ളത്? സാമൂഹ്യ സേവനം നടത്താൻ ഒരു വൈദികൻ്റെയോ ഒരു സിസ്റ്ററിൻ്റെയോ ആവശ്യമുണ്ടോ? ഈ ഭൂമിയിൽ എന്തുമാത്രം ആളുകളുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറയാൻ, സ്വർഗത്തെ ചേർത്ത് പിടിക്കാൻ, സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ എന്നവണ്ണം ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതം ഈ ലോകത്ത് സാർത്ഥകമാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുകയും സ്വർഗത്തെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് സത്യത്തിൽ വിശ്വാസികൾ. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും അനുഗ്രഹീതനായ വേദപാരംഗതനായി അറിയപ്പെടുന്ന വിശുദ്ധ സിപ്രിയാൻ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദൊണാത്തൂസ് എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെ ഒരു കത്തെഴുതി: അല്ലയോ ദൊണാത്തൂസ്, ഇവിടെ ഒരു പറ്റം മനുഷ്യർ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട്. വളരെ ദുഷിച്ച ലോകത്തിൽ പോലും വിശുദ്ധമായി ജീവിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു, ഇത് എന്തുകൊണ്ട് ഇവരെങ്ങനെ ജീവിക്കുന്നുവെന്ന്. പീഡിപ്പിക്കപ്പെട്ടാലും തകർക്കപ്പെടാത്തവർ, ഇവരുടെ പേരാണ് ക്രിസ്ത്യാനികൾ. കാരണം അവർ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ദൊണാത്തോസ്, ഇവരാണ് ക്രിസ്ത്യാനികൾ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരെന്ന്. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്കും കഴിയണം. നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്നത് ഒരു കിടപ്പറയിൽ കിടന്നുകൊണ്ടായിരിക്കാം. നാളെയോ ഇന്നോ വൈകിട്ടാണോ ഞാൻ എൻ്റെ മരിക്കാൻ പോലും പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് നീ വചനത്തിൽ പങ്കുപറ്റുന്നത്. മനസ്സ് ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിലായിരിക്കാം നീ ഇന്ന് ദൈവവചനം ശ്രവിക്കുന്നത്. മക്കൾ കൈമോശം വന്നതുകൊണ്ട് ഒരുപാട് വിഷമിച്ചും വേദനിച്ചുമായിരിക്കാം നീ ഇന്ന് ഈ വചനം ശ്രവിക്കുന്നത്. അല്ലയോ മാതാവേ, പിതാവേ, ഇന്ന് കർത്താവിൻ്റെ വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ഇങ്ങനെ പറയണം: സ്വർഗത്തിലെ പിതാവിൻ്റെ മടിയിൽ വിശ്രമിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. എൻ്റെ പിതാമഹന്മാർ യാത്ര ചെയ്ത അതേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട വ്യക്തിയാണ് ഞാനെന്ന് തിരുവചനം ചേർത്ത് പിടിച്ച് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം. ആദിമസഭയിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട കാലത്ത്, വേദനിക്കപ്പെട്ട കാലത്ത് സുവിശേഷത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എഴുതിയ വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഭയെ ഒരു കാലത്ത് ഒരുപാട് പീഡിപ്പിച്ചെങ്കിലും പുതിയ നിയമത്തിൻ്റെ അധിക ഭാഗവും എഴുതിയിരിക്കുന്നത് ഈ പൗലോസ് അപ്പസ്തോലനാണ്. ഈ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലും ശിഷ്യരിലും ഒരാളായ തിമോത്തിയോസിന് എഴുതുന്ന 2 ലേഖനങ്ങളുണ്ട്. ഇതിൽ 2-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം ശവസംസ്കാര സമയത്ത് മിക്കവാറും പല റീതികളിലെയും ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വായിക്കപ്പെടുന്ന വായനകളിൽ ഒരു ഭാഗമാണത്. ആ വചനം ഇങ്ങനെയാണ്: പൗലോസ് ഇതാ തിമോത്തിയോസിന് എഴുതുകയാണ്: എൻ്റെ വേർപാടിൻ്റെ സമയമായി തിമോത്തിയോസെ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ കിരീടം ഇതാ എനിക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. തിമോത്തിയോസെ, എൻ്റെ മരണത്തിൻ്റെ സമയമായി. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ നല്ലവണ്ണം എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ ഈ ലേഖനം എഴുതുന്നത് വൃദ്ധനായ സമയത്താണ്. മാത്രവുമല്ല, റോമായിലെ ഒരു കാരാഗൃഹത്തിൽ, ഒരു ജയിലിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ സഹോദരനെ, തൻ്റെ ശിഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് പരോക്ഷമായിട്ട് തിമോത്തിയോസിനോട് പറയുകയാണ്: തിമോത്തിയോസെ, അടികളേറ്റാലും നീ തളരരുത്. പീഡിപ്പിക്കപ്പെട്ടാലും നിന്നെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കാത്തൊരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ട് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടത്തെ സ്വന്തമാക്കാൻ നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ അധ്വാനിക്കണം എന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ, സഹോദരങ്ങളെ, ഈ പൗലോസ് ബലപ്പെടുത്തുകയാണ്. നമ്മൾ ഓർക്കുക, സ്വർഗത്തെ ചേർത്ത് പിടിച്ചാൽ, അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആനുപാതികമല്ലാത്ത വിധത്തിൽ ദുഃഖിക്കുകയില്ല. നമ്മളൊരു പക്ഷേ കരഞ്ഞേക്കാം, ജീവിതത്തിൽ നഷ്ടങ്ങൾ ഓർത്ത് വേദനിച്ചേക്കാം. പക്ഷേ ആനുപാതികമല്ലാത്ത വിധത്തിൽ
നാശകരമായ ഒന്നിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കില്ല സഹോദരങ്ങളെ. കാരണം നമുക്ക് സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ട്, സ്വർഗത്തിൽ നമുക്കൊരു ദൈവമുണ്ട്. എൻ്റെ അപ്പച്ചൻ പോയ സ്ഥലത്തേക്ക് തന്നെ ഞാനും പോകുമെന്നുള്ളതാണ് എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. വർഷങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാം മതപീഡന കാലത്ത് 13 വർഷം ജയിലിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ പേരാണ് ആർച്ച് ബിഷപ്പ് വാൻ ടുവാൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ആർച്ച് ബിഷപ്പാണ് 2000 ആണ്ടിലെ മഹാജൂബിലി വർഷത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അടങ്ങുന്ന വറ്റിക്കാനിലെ വലിയ സദസ്സിനെ ധ്യാനിപ്പിച്ചത്. അദ്ദേഹം തൻ്റെ ജീവചരിത്രത്തിൽ എന്തുകൊണ്ട് സ്വർഗത്തെ ചേർത്ത് പിടിക്കാനും ഇത്ര കണ്ട് നിത്യതയെ സ്നേഹിക്കാനും പീഡനങ്ങൾക്കിടയിൽ പോലും യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനും തയ്യാറായി എന്ന് അദ്ദേഹം തൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വടക്കൻ വിയറ്റ്നാമിലെ ഒരു കൊച്ചു പള്ളിയിൽ ജോലി ചെയ്യുന്ന കാലം, ഒരുപാട് മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ദേശത്ത് ഹമോങ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ സമൂഹമുണ്ട്. അവരായിട്ട് പൊതുജനങ്ങൾക്ക് അധികം ബന്ധമില്ല, ആരും അങ്ങോട്ട് പോകാറുമില്ല. ഒരു ദിവസം വാൻ ടുവാൻ എന്ന് പറയുന്ന അച്ഛൻ സ്വന്തം ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കാണുന്നതാണ് ഒരു പറ്റം മനുഷ്യർ കുറേ കെട്ടും പാണ്ഡവുമായി ദേവാലയത്തിൻ്റെ സമീപത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങ് അകലെ നിന്ന് വരികയാണ്. നിങ്ങളെ കണ്ടിട്ട് കുളിച്ചിട്ടുമൊക്കെ കുറേ ദിവസമായെന്ന് തോന്നുന്നല്ലോ. അവർ പറഞ്ഞു, കഴിഞ്ഞ 6 ദിവസമായി കാൽനടയായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വാൻ ടുവാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? ഞങ്ങൾക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണം, ഞങ്ങൾക്ക് മാമോദീസ സ്വീകരിക്കണം. അപ്പോൾ വാൻ ടുവാൻ എന്ന് പറഞ്ഞ അച്ഛൻ ചോദിച്ച്, അങ്ങനെ മാമോദീസ സ്വീകരിക്കാൻ പെട്ടെന്നൊന്നും പറ്റില്ല. ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് അറിഞ്ഞത്? സുവിശേഷത്തെക്കുറിച്ച് നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ റേഡിയോയിൽ സോഴ്സസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ കേട്ടു. ഫിലിപ്പൈൻസിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷനാണ് സോഴ്സസ് ഓഫ് ലൈഫ്. അതിൽ യേശുവിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുന്ന ഭാഗങ്ങൾ ഞങ്ങൾ കേട്ടു. ഇത് കേട്ടതിന് ശേഷം ഞങ്ങളും ഞങ്ങളുടെ മൂപ്പന്മാരും ആളുകളെല്ലാവരും കൂടി ഇരുന്ന് മീറ്റിംഗ് കൂടും. അതിൽ പറയുന്നതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങളുടെ മൂപ്പന്മാരിൽ ചില ഉപദേശങ്ങൾ തരും. അങ്ങനെ നൽകിയ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് നമുക്കെല്ലാവർക്കും കൂടി ഈ ഇടവക പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞ് മാമോദീസ സ്വീകരിക്കണമെന്നുള്ളത്. കത്തോലിക്ക സഭയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സഭയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ വാൻ ടുവാൻ പറഞ്ഞു, കാര്യം നല്ല കാര്യമാണ്, പക്ഷേ ഈ പറഞ്ഞ നേരം കൊണ്ടൊന്നും മാമോദീസ സ്വീകരിക്കാൻ പറ്റില്ല. ഇതിന് കുറച്ച് ട്രെയിനിങ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവർ പറഞ്ഞു, 14 ദിവസത്തിന് മാത്രമുള്ള അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. 6 ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാൽനട യാത്ര, വീണ്ടും 6 ദിവസം മടങ്ങിപ്പോകണം. ഈ 2 ദിവസത്തിനിടയിൽ അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് പഠിക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ച് പഠിക്കാം. എന്നിട്ട് ഈ 2 ദിവസത്തിലുള്ള മാമോദീസയും കാര്യങ്ങളെല്ലാം ചെയ്തു തരണം. വാൻ ടുവാൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം ചിന്തിച്ചു, ഇത്രയധികം യാത്ര ചെയ്ത് വരാൻ വിധത്തിൽ കർത്താവ് അവരെ സ്വാധീനിച്ചെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് മാമോദീസ കൊടുക്കണമെന്ന് ചിന്തിച്ചു. മാമോദീസ കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വാൻ ടുവാൻ ചോദിച്ചു, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് കഴിഞ്ഞ് നിങ്ങളിനി മടങ്ങിപ്പോയാൽ നമ്മൾ പരസ്പരം കാണുമോ എന്നറിയില്ല. നിങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ, പ്രത്യേകിച്ചും വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവ്യബലിയിൽ നിങ്ങളെങ്ങനെ പങ്കുപറ്റും? അവർ പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ, ഞങ്ങൾ കർഷകരാണ്. സാധാരണയായി പോത്തുകളെ കൊണ്ട് ഒഴുകി വയലിൽ ജോലി ചെയ്യുന്ന കർഷകരാണ് ഞങ്ങൾ. എല്ലാ ഞായറാഴ്ചയും 9:30 മണിക്ക് വെരിറ്റാസ് എന്ന് പറഞ്ഞ് മനിലയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷനിൽ കുർബാന അർപ്പിക്കുന്നുണ്ട്. ആ കുർബാന ഞങ്ങൾ കേൾക്കും. അപ്പോൾ രാവിലെ 7 മണിക്ക് ഞങ്ങൾ വയലിലിറങ്ങും. 7 മണി മുതൽ 9:15 വരെ അധ്വാനിക്കും. അതിനുശേഷം പോത്തുകളെ മേയ്ക്കാൻ വിട്ട് ഞങ്ങൾ പോയി കുളിച്ച് ഈ റേഡിയോയിലൂടെ വരുന്ന കുർബാന ഞങ്ങൾ കേൾക്കും. എന്നിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഇത് കേട്ടപടി പിന്നെ വാൻ ടുവാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല. സഹോദരങ്ങളെ, ജ്ഞാനസ്നാനം കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്. വീണ്ടും 6 ദിവസം കാൽനടയായി അവർ മടങ്ങിപ്പോയി.
ആ ദേശത്തുള്ള ഹമോങ് എന്ന് പറയുന്ന ഗോത്രവർഗത്തിലെ 5000 പേരും കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു. സഹോദരങ്ങളെ, ഇത് പറഞ്ഞുകൊണ്ട് വാൻ ടു വാൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത മൈലുകൾ താണ്ടാൻ ഈ പാവപ്പെട്ട ഗോത്രവർഗക്കാരെ പ്രേരിപ്പിച്ചെങ്കിൽ വിശ്വാസ ജീവിതത്തിന് എല്ലാ സാധ്യതകളുമുള്ള ദേവാലയങ്ങൾ ധാരാളമായിട്ടുള്ള ദേവാലയ ശുശ്രൂഷയിൽ ധാരാളമായി പങ്കുപറ്റാൻ അവസരമുള്ള നമ്മൾ എത്ര കണ്ട് സ്വർഗത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്? സ്വർഗത്തെ ചേർത്ത് പിടിക്കാത്ത വിശ്വാസത്തിന് യാതൊരു അർത്ഥവുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് വത്തിക്കാൻ സദസ്സിനെ ധ്യാനിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു പക്ഷേ ഒരുപാട് തളർന്ന വ്യക്തിയായിരിക്കാം നീ, പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം നീ, ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോയി മനസ്സ് മടുത്തുപോയ വ്യക്തിയായിരിക്കാം നീ. ഇന്ന് രാത്രിയിൽ സ്വർഗത്തെ ചേർത്ത് പിടിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ദിവസം നീ സ്വർഗത്തെ ചേർത്ത് പിടിക്കുമെങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹീതമാകും. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ 2 സാധ്യതകൾ ദൈവം തരുന്നു. ഒന്നാമത്തെ സാധ്യത, സ്വർഗത്തെ ചേർത്ത് പിടിച്ച് നിങ്ങൾ സ്വർഗത്തിൻ്റെ ഭാഗമാകുക. രണ്ടാമത്തെ സാധ്യത, ഭൂമിയെ മാത്രം ചേർത്ത് പിടിച്ച് ഈ ഭൂമിയുടെ മാത്രമായി നിങ്ങൾ ജീവിക്കുക. നമുക്കോർക്കാം, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയ കർത്താവിനോട് ചേർന്ന് നമുക്കുമായിരിക്കാൻ സ്വപ്നം കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും തുടർന്നുള്ള ആരാധനയിൽ കർത്താവെ, സ്വർഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന പരിശുദ്ധനാകുന്നു ബലവാനേ, നീ മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കേണമേ, അനുഗ്രഹിക്കേണമേ. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെടുകയും
ഞങ്ങൾക്ക് ഭവനമൊരുക്കാൻ ഞങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ദിവ്യകാരുണ്യ യേശുവേ, നിന്റെ വിശുദ്ധമായ സാന്നിധ്യത്തിൽ ഞങ്ങളെ തന്നെയും സമ്പൂർണമായി അടിയറ വയ്ക്കുന്നു. ദിവ്യകാരുണ്യ കർത്താവിന് നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കാം. ഇതാ, ഈ ലോകത്തിലെ കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ദൈവ മക്കളെ നോക്കിക്കൊണ്ട് എല്ലാ കാലത്തും യേശുവിന് പറയാനുണ്ടായിരുന്നത് ഒന്നു മാത്രമാണ്: നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഒരു ദിവസം നിങ്ങളുടെ സമീപത്തേക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരും. കർത്താവേ, എത്ര ഭക്ഷിച്ചാലും ഞങ്ങൾക്ക് വീണ്ടും വിശക്കുന്നുണ്ട്, എത്ര കുടിച്ചാലും ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്. ഒട്ടേറെ മോഹങ്ങളും ഒപ്പം മോഹഭംഗങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നിത്യതയെ ലക്ഷ്യമാക്കി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ, കർത്താവേ, ഞങ്ങൾ ഒരിക്കലും തളർന്നു പോവുകയില്ലല്ലോ. ഒരു രോഗി ഇങ്ങനെ ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ: എൻ്റെ ഈ വേദനകൾക്കെല്ലാം അപ്പുറം എൻ്റെ ക്രൂശിക്കപ്പെട്ട യേശുവിനോട് കൂടി, എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവിനോട് കൂടി ഒന്ന് ചേരുന്ന ഒരു നാഴിക എനിക്കുണ്ട്. എൻ്റെ ഈ വേദന തീരുവാനല്ല, അതിലും അപ്പുറം നിത്യമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാനാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, സ്വർഗത്തെക്കുറിച്ചുള്ള ഉന്നതമായ സ്വപ്നങ്ങൾ നീ ഞങ്ങൾക്ക് തരണമേ. അന്ന് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥമായ പൗരത്വം സ്വർഗത്തിൽ മാത്രമാണ്. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളല്ല, ഞങ്ങൾ ഈ ദേശത്തിൻ്റെ സ്വന്തമല്ല, ഈ ദേശത്തിൽ കണ്ടുമുട്ടുന്ന ആരുടെയും സ്വന്തമല്ല ഞങ്ങൾ, മറിച്ച് ഞങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സ്വന്തമാണ്. ആ മടിയിൽ വിശ്രമിക്കുവോളം അധ്വാനിക്കാൻ ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ കരങ്ങൾക്ക് നീ ബലം പകരണമേ. തളർന്നു പോകുവാൻ ആരെയും അനുവദിക്കരുതേ. ഞങ്ങളുടെ കണ്ണുനീരിന് ശേഷം ആനന്ദത്തിൻ്റെ ഒരു ദിവസമുണ്ട് എന്ന് നീ ഞങ്ങളോട് പറയണമേ. കണ്ണീരോടെ വിതയ്ക്കാൻ പോകുന്നവൻ സന്തോഷത്തോടെ കൊയ്തെടുക്കും എന്ന് നീ ഞങ്ങളോട് ഉപദേശിക്കണമേ. ദൃശ്യമായതിൽ മാത്രമല്ല, അദൃശ്യമായ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ, നിത്യജീവിതത്തെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും കരുത്തുറ്റവരാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസത്താൽ ഞാൻ കണ്ടിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം സന്തോഷത്താൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ,
നീ എന്നും മതിയായവൻ. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന സകല ദൈവമക്കളും ഇപ്പോൾ ദിവ്യകാരുണ്യ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടായിരിക്കട്ടെ. നമ്മൾ കരയരുത്, നമ്മൾ വേദനിക്കരുത്, നമ്മൾ സങ്കടപ്പെടരുത്. കാരണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ സ്വന്തമല്ല, നമ്മൾ ഈ ദേശത്തിൻ്റെ സ്വന്തമല്ല. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. വിശ്വാസത്തോടെ ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഓ കർത്താവായ യേശുവേ, ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവനെ നിത്യജീവിതത്തെ കുറിച്ചുള്ള വലിയ സ്വപ്നം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കണമേ. ഞങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞങ്ങളുടെ ഈശോ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ദുരിതങ്ങളെ സന്തോഷമാക്കി പകർത്തുന്നവനെ, ഞങ്ങളുടെ വേദനകളെ അനുഗ്രഹങ്ങളാക്കി പകർത്തുന്നവനെ, നിത്യജീവിതത്തെ കുറിച്ച്, സ്വർഗീയമായ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ ദൈവ സഹോദരങ്ങളും ഇപ്പോൾ പറയട്ടെ, ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്. ഈ വേദന എന്നെ കീഴടക്കുകയില്ല, ഈ രോഗം എന്നെ കീഴടക്കുകയില്ല, ഈ തകർച്ച എന്നെ കീഴടക്കുകയില്ല. ഇതാ വന്ദീഭവിച്ച ജീവിതങ്ങൾക്ക് ജീവൻ കർത്താവ് പകരുക തന്നെ ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നീ കരുത്ത് പകരണമേ, തകർന്ന ജീവിതങ്ങളെ നീ ഒന്നിപ്പിക്കണമേ. വിഘടിച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവെ നീ കടന്നു ചെല്ലണമേ. നിൻ്റെ വലിയ സമാധാനം കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ ഹൃദയങ്ങളെയും നീ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം കൊണ്ട് എല്ലാവരുടെ ഹൃദയങ്ങളും ഇപ്പോൾ നിറയട്ടെ. കർത്താവെ, തകർന്ന ഹൃദയങ്ങളെ നീ ഏറ്റെടുക്കണമേ. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളെ നോക്കി സ്നേഹത്തോടു കൂടി നീ ചുംബിക്കണമേ. അവരെ നീ ഏറ്റെടുക്കണമേ, അവരുടെ മൂർധാവിൽ നീ ചുംബിക്കണമേ, അവരെ നീ മാറോട് ചേർക്കണമേ, അവരെ നീ ചേർത്ത് പിടിക്കണമേ, അവരെ നീ ചേർത്ത് പിടിക്കണമേ. അവരെ നിലവിളിക്കാൻ വീണ്ടും നീ വിട്ടുകൊടുക്കരുതേ, അവരെ പാപങ്ങൾക്ക് നീ വിട്ടുകൊടുക്കരുതേ, രോഗങ്ങൾക്ക് നീ വിട്ടുകൊടുക്കരുതേ. നിത്യജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃദയം ആനന്ദിക്കും. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃദയം ആനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിത വിശ്വാസത്താൽ ഞാൻ കണ്ടിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസത്താൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,